നാരുകളുടെയും വൈറ്റമിൻസിൻ്റെയും മഗ്നീഷ്യം പിന്നെ ആൻറ്റി ഓക്സിഡൻറ്റും ഒക്കെ കൂടുതലുള്ള പഴവും എന്നാൽ ആകർഷകമായ നിറത്തോടും കൂടിയതുമായ ഡ്രാഗൺ ഫ്രൂട്ട് കൊണ്ടാണ് ഇന്നത്തെ കേക്ക്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഈ പഴം എന്നാൽ ചുരുക്കം ചിലർക്ക് അതിൻ്റെ ചെറിയ കൊഴുത്ത അല്ലെങ്കിൽ കിളുകിളുപ്പുള്ള സ്വഭാവം കാരണം കഴിക്കാതെ വരും. അങ്ങനെയുള്ളവർക്ക് കേക്ക് ഉണ്ടാക്കിയാൽ ഇതിൻ്റെ മുഴുവൻ പോഷകവും കിട്ടും. കേക്കിന് വേണ്ടിയ സാധനങ്ങൾ നമുക്കൊന്ന് നോക്കാം. മൈദ 230 ഗ്രാമും ഓട്സ് 50 ഗ്രാമുമാണ് എടുത്തേക്കുന്നത്. ഓട്സ് പൊടിക്കണം, പക്ഷേ രണ്ടും കൂടെ ചേർത്ത് 250 ഗ്രാം മൊത്തം മൈദ എടുത്താലും മതി. പഞ്ചസാര 250 ഗ്രാം പൊടിച്ചത് വേണം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ 1 നുള്ള്, പിന്നെ 5 മുട്ട, വെജിറ്റബിൾ ഓയിൽ 75 ml, വനില എസൻസ് 1 ടീസ്പൂൺ എടുക്കണം. വെളുത്ത നിറത്തോടും ചുമന്ന നിറത്തോടും ഉള്ള ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്. ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത് ചുമന്ന ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ മുറിച്ച് ഒരു 50 ഗ്രാം കഷ്ണമാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 50 ഗ്രാം വരും. ഞാൻ 5 മുട്ട പൊട്ടിച്ചൊഴിച്ച് ഹാൻഡ് ബീറ്റർ കൊണ്ട് നല്ലപോലെ അടിച്ച് പതപ്പിച്ചെടുത്തതാണിത്. ഇപ്പോൾ ഹാൻഡ് ബീറ്റർ അല്ലെങ്കിൽ മിക്സിയിലെ ജാറിൽ ഒഴിച്ചാലും നല്ലപോലെ പതപ്പിച്ചെടുക്കും. പിന്നെ അത് കഴിഞ്ഞ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ഇട്ട് നമുക്ക് മുട്ടയായിട്ട് യോജിപ്പിച്ചെടുക്കണം. ബീറ്റർ കൊണ്ട് തന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് കഷ്ണമാക്കി വെച്ചിരിക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ട് മിക്സിയിൽ അടിച്ചെടുത്തതാണ് ഇത് നമുക്ക് കുറേശ്ശെ ചേർത്ത് അതും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഈ മിശ്രിതത്തിലേക്ക് തന്നെ മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും പിന്നെ 1 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് 2-3 പ്രാവശ്യം അരിച്ചെടുത്തതാണ് ഇത് ഞാൻ കുറേശ്ശെ ഈ മിശ്രിതത്തിലേക്ക് ചേർത്ത് നമുക്ക് ഫോൾഡ് ചെയ്യാം. മൈദ 230 ഗ്രാം ഏകദേശം ഒരു 2 കപ്പ് വരും. 250 ഗ്രാം 230 ഒരു 1.25 കപ്പോളം വരും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ചേർക്കാം. മൈദ മിശ്രിതം എല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ പൊടിച്ചു വെച്ച ഓട്സും കൂടെ അതിനുമായിട്ട് ചേർത്ത് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ചേർക്കാനുള്ളത് വനില എസൻസ് ആണ്. 1 ടീസ്പൂൺ വനില എസൻസും ചേർത്ത് നമുക്ക് ഈ ബാറ്റർ ഫോൾഡ് ചെയ്തെടുക്കാം. ഓട്സ് എല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾ ഓയിലും 2 പ്രാവശ്യമായിട്ട് ഒഴിച്ച് ഇതുമായിട്ട് മിക്സ് ചെയ്യാം. എണ്ണയും ചേർത്ത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇങ്ങനെ ഇരിക്കണം. അഥവാ ഇത്രയും ലൂസായി കിട്ടിയില്ലെങ്കിൽ നമുക്കൊരു 25 ml വെള്ളമോ അല്ലെങ്കിൽ പാലോ ചേർത്ത് നമുക്ക് കുറച്ച് ലൂസ് ചെയ്യണം. ഓയിൽ നല്ലപോലെ തേച്ചെടുത്ത കേക്കിൻ്റെ ടിന്നിലേക്ക് എല്ലായിടത്തും എത്തത്തക്കോണം പൊടി തൂവിയിട്ട് നമുക്ക് ടിന്ന് പ്രിപ്പയർ ചെയ്യാം. അതിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത ബാറ്റർ ഒഴിച്ചു കൊടുക്കും. ബാറ്റർ ഒഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ടിൻ പതുക്കെ തട്ടി കൊടുക്കണം, എൻ്റെ ട്രാപ്പ് ചെയ്തേക്കുന്ന എയറൊക്കെ പോകാൻ വേണ്ടിയിട്ട്. മിക്സിങ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഓവൻ പ്രീഹീറ്റ് ചെയ്യാം. 180 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ നമുക്ക് 10 മിനിറ്റാണ് പ്രീഹീറ്റ് ചെയ്യേണ്ടത്. ഓവൻ തന്നെ വേണമെന്നില്ല. നമുക്ക് കുക്കറിലോ അല്ലെങ്കിൽ ഒരു പാനിലോ ഉപ്പിട്ട് നിരത്തിയിട്ട് അതിൻ്റെ പുറത്തൊരു സ്റ്റാൻഡ് വെച്ച് നമുക്ക് ബാറ്റർ എടുത്ത് വെച്ച് പ്രീഹീറ്റ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് കേക്കും ബേക്ക് ചെയ്തെടുക്കാം. പക്ഷേ ഒരു 5-10 മിനിറ്റ് കൂടുതൽ നമുക്ക് ചൂടാക്കേണ്ടി വരും, കൂടുതൽ നേരം വെക്കേണ്ടി വരും. അങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ലോ മീഡിയം ഹീറ്റിൽ വേണം നമ്മൾ സ്റ്റൗവിൽ വെക്കാൻ. ഓവനിൽ 180 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 35-40 മിനിറ്റ് എടുത്ത് ബേക്ക് ചെയ്തു. കേക്ക് നല്ല പോലെ വന്നിട്ടുണ്ട്.
ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ എല്ലാ ഗുണങ്ങളോടും കൂടി നമുക്ക് വീട്ടിൽ തന്നെ ഈസിയായി ഉണ്ടാക്കാവുന്ന നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് കേക്ക് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നമുക്കിപ്പം ഡ്രാഗൺ ഫ്രൂട്ട് മാർക്കറ്റിൽ ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായം അറിയിപ്പിക്കണം. പിന്നെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യണം. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.